കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് പുട്ടിനൊപ്പം കഴിക്കാവുന്ന ഒരു ചെറുപയർ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറുപയർ കറിക്ക് വേണ്ടി ഞാനിവിടെ ചെറുപയർ നന്നായി കഴുകി ഒരു കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തോട്ട് വരാം. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 4 വിസിലെങ്കിലും കേൾക്കണം. നമുക്ക് ഈ കറി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരേണ്ട ഒരു കറിയാണ്. അതുകൊണ്ട് ഒരു 4 വിസിലെങ്കിലും കേൾക്കണം. അപ്പം നമുക്കിത് നന്നായി വേവിച്ചെടുത്തോണ്ട് വരാം. പയർ വേകുമ്പോഴേക്കും നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയിൽ 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2-3 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. തേങ്ങയൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അല്പം വെള്ളം കൂടെ കൂട്ടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറുപയറും വെന്തിരിപ്പുണ്ട്, നന്നായിട്ട് വെന്തു. ഇതൊരല്പം വെന്ത ചെറുപയറാണ് നല്ലത് ഈ കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് കടുക് വറുത്ത് ഇതിനെല്ലാം കൂടെ ഒന്ന് ചേർത്തെടുക്കണം. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ലത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചെടുത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും ചേർത്ത് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഈ കറി ഈ ഒരു അയവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളത് ഉണ്ടാക്കുമ്പോൾ അയവ് പോലെ എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതിൽ തണുക്കുമ്പോൾ കുറച്ചിരുന്ന് കുറുകും. അതുകൊണ്ടാണ് ഞാനൊരല്പം അയവ് കൂട്ടിയെടുത്തിരിക്കുന്നത്. തന്നെയല്ല, പുട്ടിന് നമുക്ക് ഇച്ചിരി ചാറും കൂടെ വേണമല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അയവിൽ നമുക്ക് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിത് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ഏകദേശം 1 സ്പൂണോളം വെളിച്ചെണ്ണ. ഇനി ഇത് ഇളക്കാതെ ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെ എണ്ണയുടെ എല്ലാ രുചിയൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പയറുകറി നന്നായി ആറിയതിന് ശേഷം ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ചൂടോടെ നല്ല അയവ് പരുവത്തിലായിരുന്നെങ്കിലും നമുക്കിത് ആറിയതിന് ശേഷം ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പുട്ടിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.